നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസ് വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കുന്ന കുറച്ച് അടിപൊളി സെറ്റിങ്സിനെ കുറിച്ചാണ്. ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെ നമുക്കറിയാം നമ്മളുടെ ഫോണിൽ വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ തന്നെ ഗെയിമിങ്, ഫോട്ടോ എഡിറ്റിംഗ്, ബ്രൗസിങ്, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ചാറ്റിങ് ഒക്കെ നമ്മൾ ഏകദേശം ചിലപ്പോൾ ഒരേ സമയം ചെയ്യും, അതായത് മൾട്ടി ടാസ്കിങ് പോലെ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഫോൺ ഓൾറെഡി ഹീറ്റ് ആവുകയും അതേപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയ്ക്കും, അതേപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾക്ക് ഫോൺ കമ്പനി നൽകുമ്പോൾ അതിൽ കുറച്ച് അവർ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഇൻബിൽറ്റ് സെറ്റിങ്സ് എനേബിൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പോയി നമ്മളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് വളരെയധികം നമ്മളുടെ ഫോണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ, ഇൻബിൽട്ടായിട്ട് കിടക്കുന്ന സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസും വീഡിയോ എഡിറ്റിങ്ങും ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും ഒക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ 60 ഹെഡ്സ് ആണെങ്കിൽ അത് 120 ഹെഡ്സ് ഒക്കെ വളരെ സിസ്റ്റം ട്രേസിംഗ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് നമുക്ക് എബൌട്ട് എന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എബൌട്ട് ഫോൺ എന്നുള്ള ഒരു സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ള ഒരു സെറ്റിംഗ് കാണാം. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ 4 തവണ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു പുതിയൊരു പേജ് ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ആയിട്ടുണ്ട്. അത് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോകാം. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ വീണ്ടും നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. ഓരോ ഫോണിലും ഓരോ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണായാലും അതിനുള്ള കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ആ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം സിസ്റ്റം ട്രേസിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കുറച്ച് താഴോട്ട് വരണം, നിങ്ങൾക്കിവിടെ കാണാം സിസ്റ്റം ട്രേസിംഗ്. അതിൽ ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കാറ്റഗറീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഫ്രീക്വൻസി, CPU ഫ്രീക്വൻസി. അത് ജസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് GFX ഗ്രാഫിക്സ് HAL എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെയും ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോകാം. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് സെർച്ച് ബാറിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മളൊന്ന് ഗ്രാഫിക്സ് ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. GRAPH ഗ്രാഫിക് ഡ്രൈവർ എന്ന് ജസ്റ്റ് ഗ്രാഫിക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഗ്രാഫിക്സ് ഡ്രൈവർ പ്രിഫറൻസ്. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ കാണാം ഗ്രാഫിക്സ് ഡ്രൈവർ പ്രിഫറൻസ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കിവിടെ കാണാം ഡീഫോൾട്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട്, അതേപോലെ തന്നെ സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവർ എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കൂടുതലും എഡിറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ ജസ്റ്റ് ആപ്ലിക്കേഷനുമേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവറിലേക്ക് ജസ്റ്റ് മാറ്റിയിടുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് അങ്ങനെ പെർഫോമൻസും അതേപോലെ തന്നെ വളരെയധികം സ്പീഡും വേണ്ടത് അത് ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഗെയിമാണ് കൂടുതൽ കളിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഗെയിം ഇവിടെ ജസ്റ്റ് ആ ഗെയിം ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവറിലേക്ക് ജസ്റ്റ് മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ആപ്ലിക്കേഷനിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഗെയിമിംഗ് കളിക്കുമ്പോഴും നമുക്ക് വളരെയധികം മാറ്റം കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് വരിക. അതിനുശേഷം ജസ്റ്റ് ആ സെർച്ച് ബാറിൽ ജസ്റ്റ് നമ്മൾ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഡോണ്ട് കീപ്പ് എന്ന് ടൈപ്പ് ചെയ്തെങ്കിലും ആക്ടിവിറ്റീസ് എന്ന് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. ACTIV എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ കാണാം ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ താഴെ നമുക്ക് കാണാം ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള ഭാഗം നമ്മളുടെ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ ജസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മുൻപ് കുറേ ആപ്ലിക്കേഷൻസും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഈ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റീസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും പ്രവർത്തിക്കാത്തത് കൊണ്ട് നമ്മളുടെ ഫോണിൻ്റെ പരമാവധി പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വളരെ സുഗമമായിട്ടും വളരെ സ്പീഡിലും നമുക്ക് ചെയ്യേണ്ട വർക്കുകളും അതേപോലെ തന്നെ ഗെയിമാണെങ്കിലും വളരെ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്കിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് റാം എന്ന് ജസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം റാം ആൻഡ് സ്റ്റോറേജ് സ്പേസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാം റാം എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം എൻ്റെ ഫോൺ ഇവിടെ 8 GB റാമാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ എക്സ്റ്റൻഡഡ് റാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു 8 GB കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ 16 GB ആയി. അപ്പോൾ ഇത് എല്ലാവരുടെ ഫോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഇപ്പോൾ 4 GB ആണെങ്കിൽ നമുക്കൊരു 4 GB കൂടി കൂട്ടി കഴിഞ്ഞാൽ 8 GB ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസും എല്ലാം കാര്യങ്ങൾ ഇൻക്രീസ് ആവുകയും വളരെ സ്മൂത്തായിട്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഗെയിം കളിക്കുകയാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോണിൻ്റെ ഹീറ്റിംഗ് കുറയും, അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഫോൺ റീസ്റ്റാർട്ട് ചോദിക്കും. ജസ്റ്റ് റീസ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം റിഫ്രഷ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെറ്റിങ്സും നമ്മളുടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സെറ്റിങ്സും നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഫോണിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ചില ഫോണുകളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമ്മളിവിടെ റീസെറ്റ് കൊടുക്കുക. നമ്മൾ സെർച്ച് ബാറിൽ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിനുശേഷം റീസെറ്റ് ഓൾ സെറ്റിങ്സ് താഴെ വീണ്ടും കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ എഴുതിയിട്ട് കാണാം. അതേപോലെ തന്നെ താഴെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ എല്ലാ സെറ്റിങ്സും നമുക്ക് എപ്പോഴാണ് നമ്മൾ ഫോൺ വാങ്ങിയത് അതേപോലെ നമുക്ക് പഴയ രീതിയിലേക്ക് നമ്മളുടെ ഫോണിനെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെറ്റിങ്സ് വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനെ റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ ഒരു ഡാറ്റയും നഷ്ടപ്പെടാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഴയ എങ്ങനെയാണ് നമ്മളൊരു പുതിയ ഫോൺ ഉപയോഗിക്കുന്നത് അതേ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.